പറച്ചോനെ പെടുത്തോളാൻ വയ്യ. എന്റെ പറച്ചോനെ. ഓ അയ്യേ, ഇതെന്തിനാ ഈ പട്ടിയൊന്നും ചെയ്യില്ല? അയ്യേ, പട്ടി എടുത്ത പറയടി മാഗി, നീയാണോ നിന്നെ പഠിപ്പിച്ചിരിക്കുന്ന? വൃത്തിയുടെ ശീലം നിർത്തിക്കോണം കേട്ടല്ലേ? വീട്ടിൽ കയറി പോച്ച. അവനും അവന്റെ പട്ടിയും. ഈ പട്ടി ഒരു നെറിയില്ലാത്ത പട്ടിയാണ്. കണ്ട അരിയച്ച എന്താണ് അതിനെ തോട്ടിക്കൊണ്ട് കള കുറെ പട്ടിയും. മാമ ഒന്ന് നിന്നെ. എന്തിനാ ഇറക്കാനൊക്കെ പൊറുക്കേട്ട അച്ഛൻ കള്ളു പിടിച്ചിട്ട് ചുമ്മാ എന്തൊക്കെയോ പറയുന്നു. അഭിനയിച്ചതൊക്കെ മതി. കഴിഞ്ഞ ദിവസേ മാമ പിൻവശത്ത് നിന്ന് കൂട്ടുകാരനായിട്ട് സംസാരിച്ചല്ല ഞാൻ കേട്ട്. നീ നേരത്തെ വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ പുതിയതായിട്ട് വാടകയ്ക്ക് താമസിച്ച വീടില്ലേ, അത് കൊള്ളാം. അവിടെ ഞാൻ ചെറിയ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നാ നാളെ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് വല്ലതും സംഭവിച്ചു പോയാ എന്റെ മോൻ വരിയാതാരാവത്തില്ലേ. ഇത് നല്ല ആൾക്കാർ. മാമന്റെ അടുത്ത് ആര് പറഞ്ഞു മാമനും മാമന്റെ ഈ മോനും ആരോരും ഇല്ലാത്തതാണെന്ന്? എന്തിനാ ഈ നാടകം കളിച്ചത്? ഇവന്റെ ഭാവി ഓർത്തിട്ടാണ് മോനെ ഞാൻ ഇന്നാ നാളെ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവൻ വരിയാതാരാവത്തില്ലേ? മാമന് ഞാൻ ഒരു വാക്ക് തരാം. മാമനും മാമന്റെ ഈ മോനും ആ വീട്ടില് മരിക്കുന്നത് വരെ വാടക തരാതെ താമസിക്കാം. പിന്നെ നിങ്ങളെ ഫുൾ ചെലവ് നമ്മൾ ഏറ്റെടുക്കാം. ഇവന്റെ പഠിത്തത്തിന്റെ ചെലവ് ഞാൻ ഏറ്റെടുത്തോളാം. മാമ, എന്റെ അച്ഛനും അമ്മയൊക്കെ അവരെയും കാട്ടി ഉയർന്നുകൂടെ മറ്റുള്ളവര്, അല്ലെങ്കിൽ അവരെയും കാട്ടി ജയിച്ചുകൂടെ എന്നുള്ള മൈൻഡൊന്നും ഇല്ല. എന്തായാലും മാമൻ കളിച്ച നാടകം കൊള്ളാം. ഇനി എന്റെ മാഗിനെ ഒന്നും പറഞ്ഞു പോലും മാമൻ. ഞാൻ ഒരു കാര്യം പറയട്ടോ, നിങ്ങളറിയാതെ ഞാൻ ഇവർക്ക് ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. അതും ഞാൻ കണ്ടായിരുന്നു മാമ. ഇനി ഈ വീട് വിട്ടു പോകാൻ ഒരു താല്പര്യമില്ല. ഇനി എല്ലാ ദിവസവും ഈ വീട്ടിൽ കിടക്കാം. നമുക്കിനി ഇവിടെ അടിച്ചു പൊളിച്ച് കഴിയാം മാമ. നിങ്ങളൊക്കെയാണ് മോനെ യഥാർത്ഥ ദൈവങ്ങൾ. എനിക്ക് നല്ല സമാധാനമായി, ഇപ്പൊ സന്തോഷമായി.